ആദിയിൽ വിശ്വം മെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു കാവായി അഗ്നിയായി തന്നാത്മവർഷം ഹല്ലേലൂയ ഓശാന സ്തോത്രഗീതിയ എല്ലാരും വാഴ്ത്തുന്നൊരത്വൈകനാദം വിശുദ്ധ ലൂക്കാ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 14 വാക്യങ്ങൾ 1 മുതൽ. ഒരു സാബത്തിൽ അവൻ ഫരിസേയ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയി. അവർ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവിടെ ഒരു മഹോദര രോഗി ഉണ്ടായിരുന്നു. യേശു നിയമജ്ഞരോടും ഫരിസേയരോടും ചോദിച്ചു, സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ? അവർ നിശബ്ദരായിരുന്നു. യേശു അവനെ അടുത്ത് വിളിച്ച് സുഖപ്പെടുത്തി അയച്ചു. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാബത്തിൽ തന്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടനെ പിടിച്ചു കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട്? മറുപടി പറയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഈശോ മിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, തമ്പുരാന്റെ ഒരു സൗഖ്യ ശുശ്രൂഷയാണ് ഇന്നേ ദിവസം വിചിന്തനത്തിനായിട്ട് ഈശോനാഥൻ നമുക്ക് നൽകുന്നത്. സൗഖ്യ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ അവൻ ഒരു ഫരിസേയ പ്രമാണിയുടെ വീട്ടില് ഭക്ഷണത്തിന് ചെല്ലുകയാണ്. ഭക്ഷണമേശ എന്ന് പറയുന്നത് ആ സമൂഹത്തെ സംബന്ധിച്ച് വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഭക്ഷണമേശയിൽ എല്ലാവരും ഒത്തുചേരുകയും അവർ ഒരു പങ്കുവെക്കലിന്റെ മനോഭാവത്തിൽ ആയിരിക്കുകയും ചെയ്യുന്നു. ഒരു സ്നേഹത്തിന്റെ, ഒരു കൂട്ടായ്മയുടെ അനുഭവമാണ് ഓരോ ഭക്ഷണ മേശയും വിളിച്ചൊന്ന്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ പറഞ്ഞു വെക്കുന്നത്, ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും. അപ്പൊ ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിൽ അവർ ആയിരിക്കുകയാണ്. ഈശോനാഥൻ ഈ ഫരിസേയ പ്രമാണിയുടെ വീട്ടില് ക്ഷണിതാവായിട്ട് വന്നിരിക്കുകയാണ് ഈ ഭക്ഷണത്തിൽ പങ്കുചേരാനായിട്ട്. അവൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫരിസേയരുടെയും നിയമജ്ഞരുടെയും ഒരു മനോഭാവം തിരുവചനം ഇന്നേ ദിവസം നമുക്ക് നൽകുകയാണ്. പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ഈ ഒരു മനോഭാവത്താൽ നിറയപ്പെട്ട വ്യക്തികളാ. അവര് വളരെ കൃത്യമായിട്ട് യേശുവിനെ വീക്ഷിക്കുക. എന്തിനു വേണ്ടിയിട്ട് അവർ വീക്ഷിക്കുന്നത്? ഇവനിൽ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടെത്തുവാനായിട്ട്. അവിടെയാ പ്രിയമുള്ളവരെ ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ചിന്ത നമ്മൾ കൊണ്ടുവന്ന് എത്തിക്കേണ്ടത്. പലപ്പോഴും നമ്മളൊക്കെ പലയിടത്തും ചെന്ന് ചേരുമ്പോൾ എവിടെയാ ഒരു തെറ്റ് കുറവ് കണ്ടെത്തുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാ. ഫരിസേയരുടെ ജീവിതത്തിലേക്ക് നോക്കി ഫരിസേയരും നിയമജ്ഞരും എപ്രകാരമാണ് ഈശോനാഥനില് ഒരു തെറ്റ് കണ്ടെത്തുക, അല്ലെങ്കിൽ എപ്രകാരമാണ് അവനെ ഇടിച്ചു താഴ്ത്തുക എന്നൊരു മനോഭാവത്തോടു കൂടി അവർ ആയിരിക്കുകയാണ്. ഈശോനാഥന്റെ പ്രത്യേകത എന്താ? അവൻ തെറ്റുകളെയും കുറവുകളെയും ഇല്ലായ്മപ്പെടുത്തിക്കൊണ്ട് ആ തെറ്റുകളെയും കുറവുകളെയും മേന്മയാക്കി തീർക്കുന്നവനാ. ബത്സയിദ കുളക്കരയിലെ തളർവാദ രോഗിക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള വരം അവൻ കൊടുത്തു. ജൈറോസിന്റെ മകളെ മരണത്തിൽ നിന്ന് അവൻ കൈപിടിച്ച് ഉയർത്തി. ലാസറിനെ ശവകുടീരത്തിൽ ബന്ധിക്കപ്പെട്ട് ആയിരുന്നവനെ പുതുജീവന്റെ അനുഭവം അവൻ കൊടുത്തു. മഹോദര രോഗിയെ അവൻ സുഖപ്പെടുത്തി. പിശാച് ബാധിതൻ കല്ലറയിൽ ഉറങ്ങിയിരുന്നവൻ തമ്പുരാന്റെ കാൽക്കലിരുന്നു കൊണ്ട് വചനം കേൾക്കുന്ന അനുഭവം ഉണ്ടാക്കിക്കൊടുത്തു. അതാ പ്രിയമുള്ളവരെ ഈശോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.
പലപ്പോഴും നമ്മളൊക്കെ ഫരിസയരും നിയമജ്ഞരും കടന്നുപോയെങ്കിലും ആ ഫരിസയ നിയമജ്ഞ മനോഭാവത്തോടു കൂടി ഇന്നും ആയിരിക്കുകയാ. തെറ്റ് കണ്ടുപിടിക്കുക എന്നൊരു മനോഭാവം ഇന്ന് പലപ്പോഴും ജീവിതത്തില്. ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കേ, എന്റെ ജീവിതത്തില് ഈ തെറ്റുകളെയും കുറവുകളെയും കണ്ടുപിടിക്കുവാനുള്ള ഒരു വെമ്പലുമായിട്ടാണോ എന്റെ ഹൃദയം ഇന്നേ ദിവസം ആയിരിക്കുന്നത്? അതോ മറിച്ച് തമ്പുരാന്റെ സ്നേഹത്താൽ നിറയപ്പെട്ടുകൊണ്ട്, തമ്പുരാന്റെ വചനത്തിന്റെ ശക്തിയാൽ നിറയപ്പെട്ടുകൊണ്ട് എല്ലായിടത്തും നന്മയെ കണ്ടെത്താനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം വായിക്കുകയാണ്, 6 ദിവസം കൊണ്ട് പിതാവായ ദൈവം സൃഷ്ടികർമ്മം പൂർത്തിയാക്കി. അവൻ എല്ലാത്തിനെയും നോക്കി പറഞ്ഞു, നന്നായിരിക്കുന്നു. തമ്പുരാൻ സൃഷ്ടിച്ച ഒന്നും പ്രിയമുള്ളവരെ ചീത്തയായിട്ടുള്ളതല്ല, എല്ലാം നന്മയായിട്ടുള്ളതാ. പക്ഷെ ആ നന്മയെ എന്റെ കണ്ണുകൊണ്ട് എപ്രകാരം കാണുവാനായിട്ട്, എപ്രകാരം ഈ ഒരു നന്മയുടെ അനുഭവത്തെ ജീവിതത്തിലേക്ക് പങ്കുവെച്ച് കൊടുക്കുവാനായിട്ട് എനിക്ക് സാധ്യമാവുകയാ? ജീവിതത്തിൽ നാം ചോദിക്കേണ്ട ഒരു വലിയ ചോദ്യമാ ഈ ഒരു നന്മ. കാരണം വെച്ചാല് ദൈവമെന്ന് പറയുന്നത് നന്മയാ. അതുകൊണ്ട് തന്നെയാണ് തിരുവചനത്തിലൂടെ അവൻ പറയുന്നത്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. വീണ്ടും അവിടുന്ന് പറയുകയാണ്, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. അവിടെയാ പ്രിയമുള്ളവരെ, ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറഞ്ഞവൻ അടുത്ത വചനത്തിൽ പറഞ്ഞു വെക്കുകയാണ്, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ അവൻ ഒരു നന്മയാക്കിക്കൊണ്ട് സകലതിനെയും നന്മയായിട്ട് പരിണമിപ്പിക്കുവാനായിട്ട് അവൻ ആഗ്രഹിക്കുകയാ. അവൻ അപ്രകാരം ആഗ്രഹിച്ചുകൊണ്ട് അവന്റെ ശിഷ്യരായിക്കൊണ്ട് ആ നന്മയുടെ സാക്ഷിയായിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് അവന്റെ നെഞ്ചോട് ചേർത്തിരിക്കുകയാ. അവിടെ ആ ഒരു നന്മയെ പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട്, ആ നന്മയെ നിറയ്ക്കാനായിട്ട് എപ്രകാരം എന്റെ ഹൃദയത്തെ ഒന്ന് തുറക്കാനായിട്ട് എനിക്ക് സാധിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുവചനം പറയുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ എന്റെ ഹൃദയം ഒരു ശുദ്ധതയാൽ നിറയപ്പെടുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഞാൻ പലപ്പോഴും ഉദാഹരണമായിട്ട് പറഞ്ഞു വെക്കാറുണ്ട്, ബക്കറ്റ് നിറച്ച് വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ അത് കവിഞ്ഞൊഴുകത്തുള്ളൂ. ബക്കറ്റ് നിറച്ച് വെള്ളമില്ലെങ്കിൽ കപ്പ് കൊണ്ട് മുക്കിയെടുത്ത് ഒഴിക്കേണ്ട വരും. മറിച്ച് നിറച്ച് വെള്ളമുണ്ടെങ്കിൽ അത് കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവം ഉണ്ടാകും. അതുപോലെ എന്റെ ഹൃദയം നന്മയാലും നിറയപ്പെട്ട് കഴിയുമ്പോൾ അത് കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവം ഉണ്ടാവുക. നമ്മൾ അറിയാതെ പ്രിയമുള്ളവരെ ആ നന്മ അപരനിലേക്ക് ഒഴുകിയിറങ്ങുക. യേശുവിന്റെ ജീവിതത്തിൽ അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമുണ്ട്. അവൻ ജെറുസലേമിലേക്ക് യാത്രയായിക്കൊണ്ടിരിക്കുകയാണ്. ജനം അവനെ തിക്കിത്തിരക്കി. കാരണം വെച്ചാൽ എന്തിനു വേണ്ടിയിട്ട്? അവനാലൊന്ന് സ്പർശിക്കപ്പെടുവാൻ, അല്ലെങ്കിൽ അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിലെങ്കിലും ഒന്ന് സ്പർശിക്കുവാനായിട്ട്. അപ്പോൾ സൗഖ്യം നേടും, സുഖം പ്രാപിക്കും, പിശാചുക്കൾ അവരിൽ നിന്ന് വിട്ടുപോകും എന്ന് ഉറച്ച് അവർ വിശ്വസിച്ചിരുന്നു. കാരണം വെച്ചാൽ അവൻ നന്മയാ. അവൻ ആ നന്മയാ വെച്ചു നീട്ടുന്നത്. ആ നന്മ അവൻ അറിയാതെ പോലും രക്തസ്രാവക്കാരുടെ സ്ത്രീയുടെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങുന്ന ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഈ നന്മയെ എപ്രകാരത്തില് ഒഴുക്കാനായിട്ട് സാധിക്കുകയാണ്. അതാ നാം ഓരോരുത്തരും ഇന്നേ ദിവസം പരിശോധിക്കേണ്ടത്. ഈ നന്മയെ എപ്രകാരം എന്റെ ജീവിതത്തില് ഒഴുക്കാനായിട്ട് സാധിക്കുന്നു? പ്രിയമുള്ളവരെ, ചില വ്യക്തികള് കുറെ കാലമൊക്കെ നന്മ ചെയ്തിട്ട് പലപ്പോഴും സംതൃപ്തിയില്ലാതെ ആ നന്മയുടെ കാരുണ്യത്തിന്റെ പ്രവൃത്തികളൊക്കെ നിർത്തി മാറിയിരിക്കുന്നവരായിട്ട് ഇന്ന് കണ്ടുമുട്ടാറുണ്ട്. പ്രിയമുള്ളവർ, അതിന് കാരണമെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അവര് നന്മ ചെയ്തിരുന്നു, അവർ കുറെ കാരുണ്യ പ്രവർത്തികൾ ചെയ്തിരുന്നു, അവർ അതിന്റെ പ്രതിഫലം ആ നിമിഷം ആഗ്രഹിച്ചു. അവരതിന്റെ പ്രതിഫലം ആ നിമിഷം ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കിപ്പോ കുറച്ച് പ്രശസ്തി വേണം, എനിക്കിപ്പോ കുറച്ച് പേര് വേണം, എല്ലാവരും എന്നെ അംഗീകരിക്കണം എന്ന്. തിരുവചനം നമ്മോട് കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിന്റെ നിക്ഷേപം എവിടെയായിരിക്കണം എന്ന്. നിന്റെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം. കള്ളനോ ഉറുമ്പോ അരിക്കാത്തതും കവർന്നെടുക്കാത്തതുമായി എടുത്തായിരിക്കണം നിന്റെ നിക്ഷേപം. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. പലപ്പോഴും നമ്മൾ ഇപ്രകാരത്തിലുള്ള മനുഷ്യര് ചിന്താഗതിയിൽ നിക്ഷേപം വെച്ചിരിക്കുന്നത് അവരുടെ ഹൃദയത്തിലാ.
അവരുടെ ഹൃദയത്തിൽ സമാധാനവും സംതൃപ്തിയില്ല. പിന്നെ എങ്ങനെ, എപ്രകാരം എന്റെ ജീവിതത്തില് ഞാൻ അവരിനോട് ചേർത്തപ്പെട്ടാല് എന്റെ ജീവിതത്തില് സമാധാനവും സംതൃപ്തിയും ഉണ്ടാകും? രണ്ടാമതൊരു കൂട്ടരുണ്ട്, കുറെയൊക്കെ ജീവിതത്തിൽ അടിച്ചുപൊളിച്ച് ജീവിച്ചു, ഇനി കുറച്ച് കാരുണ്യ പ്രവർത്തികൾ ചെയ്തേക്കാമെന്ന്. അപ്രകാരത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോഴും ഒരു വലിയ കുഴപ്പമുണ്ട് പ്രിയമുള്ളവരെ. അവരുടെ പഴയ ജീവിതത്തിന്റെ ശൈലികൾ പലപ്പോഴും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് അവർക്ക് പറ്റാതെ വരുന്നു. പഴയ ജീവിത ശൈലികള് ഇന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ. പ്രിയമുള്ളവരെ, മൂന്നാമത് ഒരു വഴിയുണ്ട്. എന്റെ ദൈവം നന്മയായിരിക്കുന്നത് പോലെ അനുനിമിഷം നന്മയായിക്കൊണ്ട് ജീവിക്കുക എന്നത്. അനുനിമിഷം നന്മയായിക്കൊണ്ട് ജീവിക്കാൻ. ബി നോർമൽ. നമ്മുടെയൊക്കെ ജീവിതത്തില് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. യേശുവിന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. അവൻ ജനിച്ച നിമിഷം തൊട്ട് അവന്റെ കുരിശുമരണം വരെയല്ല, മറിച്ച് ഉത്ഥാനത്തിലും അവൻ നന്മയായി, അതിനുശേഷവും അവൻ നന്മ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഈ നന്മയെ ഒഴുക്കാനായിട്ട് സാധിക്കുക. നന്മയെ ഒഴുക്കിക്കൊണ്ട് നന്മയുടെ സ്നേഹം അപരനിലേക്ക് ഒഴുക്കാനായിട്ട് സാധ്യമാകുന്ന ഒരു മനോഭാവം. അപരൻ ചെയ്യുന്ന നന്മയെ അഭിനന്ദിക്കുവാനായിട്ട്, അപരൻ ചെയ്യുന്ന നന്മയെ ഓർത്ത് നന്ദി പറയാനായിട്ട് ജീവിതത്തിൽ സാധ്യമാവുക. 10 കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്കൽ വന്നു. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ തന്നെ കൊണ്ടുപോയി പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുക. ഒരുവൻ മാത്രമേ വന്നുള്ളൂ, ഒരു വിജാതിയൻ, നന്മയെ അഭിനന്ദിക്കാനായിട്ട്, നന്മയെ ഓർത്ത് നന്ദി പറയാനായിട്ട്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു വലിയ മനോഭാവമാണ് ഇത്. വലിയൊരു മനോഭാവമാണ് ഇത്. നന്മയെ അവരുടെ മുൻപിലേക്ക് നന്ദിയോടുകൂടി ആയിരിക്കാനായിട്ട്, ആ ഒരു കൃപ ഒഴുക്കാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു വെക്കുന്നത്, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വീണ്ടും അവിടുന്ന് പറയുകയാണ്, മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ അവിടുന്ന് പറയുകയാണ്, ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എന്റെ ജീവിതത്തിൽ അനുനിമിഷം ഇന്ന ദിവസം എന്റെ ദൈവത്തെ കണ്ടുകൊണ്ട് ഈ ദിവസം നീങ്ങാനായിട്ട് എനിക്ക് സാധിക്കണം. ദൈവത്തെ കാണുക എന്ന് പറഞ്ഞത് എപ്രകാരമാ? സഹോദരനിലെ ദൈവത്തിന്റെ തിരുമുഖത്തെ ദർശിക്കുവാനായിട്ട് സാധിക്കുക. പ്രിയമുള്ളവരെ, തമ്പുരാന് നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആർക്കും ബുദ്ധിമുട്ടില്ല. മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക്, എന്റെ ചുറ്റുമുള്ളവർക്ക് നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളിൽ ആരുടെയെങ്കിലും വീട്ടിൽ വന്നിട്ട് ഈശോ ഒരു 100 രൂപ ചോദിച്ചാൽ കൊടുക്കാൻ ആരെങ്കിലും മടി കാണിക്കുമോ? ഈശോ ഒരു 100 രൂപ ചോദിച്ചാൽ കൊടുക്കാൻ ആരെങ്കിലും മടി കാണിക്കുമോ? വീണ്ടും ഞാൻ ചോദിക്കുക, അതേസമയം ഒരു വ്യക്തി വന്നിട്ട് നിങ്ങളോട് ഒന്ന് 100 രൂപ വീടിന്റെ പടിക്കെന്ന് ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കുമോ? അതാ ഇന്നേ ദിവസം നമ്മുടെ ഒരു ചിന്താവിഷയം. ഈശോ ചോദിച്ചാല് കൊടുക്കാനായിട്ട് യാതൊരു മടിയും നിങ്ങൾ കാണിക്കില്ല, മറിച്ച് എന്റെ സഹോദരൻ വന്ന് ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കുമോ? ഈശോ 100 ചോദിച്ചാൽ നിങ്ങൾ 500ഉം 1000ഉം കൊടുക്കും, മറിച്ച് എന്റെ സഹോദരൻ ചോദിച്ചാൽ നിങ്ങൾ 5ഓ 10ഓ കൊടുക്കും. അവിടെയാ പ്രിയമുള്ളവരെ ഒരു വ്യത്യസ്തത മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. അവിടെയാ പ്രിയമുള്ളവരെ ഒരു മനോഭാവത്തിന്റെ വ്യത്യാസം നമ്മുടെ ഹൃദയത്തിൽ സംഭവിക്കേണ്ടത്. അവിടെയാ നമ്മുടെ ജീവിതത്തെ ഒരു കൃപയാക്കി തീർക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ചിന്തകളോട്, ദൈവികതയുടെ ചിന്തകളോട് മനുഷ്യന്റെ ജീവിതം ചേർക്കപ്പെടുമ്പോൾ അവന്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹമാക്കാനായിട്ട്, അവന്റെ ജീവിതത്തെ ദൈവം നന്മകളാൽ നിറയ്ക്കുവാനായിട്ട് തീക്ഷണമായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം എന്റെ ജീവിതത്തിൽ വലിയൊരു കൃപയും അനുഗ്രഹവും ചൊരിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ആ ഒരു വലിയ കൃപയും അനുഗ്രഹത്തെയും ജീവിതത്തിൽ മേടിക്കാനായിട്ട് ഞാൻ എത്രമാത്രം എന്റെ ജീവിതത്തെ ഒരുക്കപ്പെടുന്നു. എന്റെ ജീവിതത്തെ ഒന്ന് ഒരുക്കിക്കൊണ്ട് ഈ ഒരു അനുഗ്രഹത്തെ ജീവിതത്തിൽ സ്വന്തമാക്കാനായിട്ട് ഞാൻ മടി കാണിക്കുന്ന അവസ്ഥകൾ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ വചനങ്ങൾ നമ്മളോട് വീണ്ടും ചോദിക്കുകയാണ്. ഈശോ അവരോട് ചോദിക്കുന്നുണ്ട്, ഈ നിയമത്തിനോടും ഫരീസയരും ചോദിക്കുന്നുണ്ട്, സാപത്തില് നിന്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാല്, കാളയോ പുത്രനോ കിണറ്റിൽ വീണാല്
അതിനെ കൈപിടിച്ച് കയറ്റാത്തവനായിട്ട്, അതിനെ പൊക്കിയെടുക്കാത്തവനായിട്ട് നിങ്ങളിൽ ആരുണ്ട്? മഹോദര രോഗിയെ സുഖപ്പെടുത്തിയ ശേഷം ചോദിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ചിന്താഗതി എന്താ? നന്മ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ 1000 ചോദ്യങ്ങൾ ചോദിക്കുന്നവരാ. ഇത് ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ നന്മ അവന് ചെയ്താൽ അവന് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകും? അപ്രകാരത്തിൽ ഒരു 100 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഈ നന്മ ചെയ്യാതെ കടന്നു പോവുകയാണ്. ഈശോയുടെ ജീവിതവും നമ്മുടെ ജീവിതവും അതാ വ്യത്യാസം. അവൻ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയി, നമ്മൾ നന്മ ചെയ്യാതെ കടന്നു പോകുന്നു. അവിടെയാ പ്രിയമുള്ളവരെ ഒരു മാറ്റവും മനസ്സാന്തരവും സംഭവിക്കേണ്ടത്. എനിക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ പറയാൻ സാധിക്കും, പലപ്പോഴും അവരന്റെ ജീവിതത്തിലേക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴും പലവിധത്തിലുള്ള ചോദ്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. പലവിധത്തിലുള്ള ചോദ്യങ്ങൾ കടന്നു വരുമ്പോൾ പലപ്പോഴും അതിന്റെ ഉത്തരം അത് ചെയ്യേണ്ട എന്നതാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാ? എനിക്കൊരു ഉത്തരം അതിന് കിട്ടിയത് ഇപ്രകാരമാണ്: ഇത് പിശാചിന്റെ ഏറ്റവും വലിയ തട്ടിപ്പാണ്. പിശാചിന്റെ ഏറ്റവും വലിയ തട്ടിപ്പാ. ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിച്ചു കഴിയുമ്പോഴത്തേക്കും എന്റെ മനസ്സിലേക്ക് 100 ചോദ്യങ്ങളും 100 ആകുലതകളും ഉയർത്തുക എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ആ പിശാചിന് നമ്മൾ അടിമപ്പെടരുത്. കാരണം വെച്ചാൽ ഈശോ നന്മയാണ്, അവൻ നന്മ ചെയ്യുന്നവനാണ്. അപ്പോൾ ഈ നന്മ ചെയ്യാത്തൊരവസ്ഥ, തിന്മ ചെയ്യുന്ന അല്ലെങ്കിൽ നന്മയെ മുടക്കുന്നൊരവസ്ഥ എന്ന് പറയുന്നത് എന്തിന്റെ അവസ്ഥയാ? പിശാചിന്റെ അവസ്ഥയാ, പിശാചിന്റെ തട്ടിപ്പിന്റെ അവസ്ഥയാ. അതിനൊന്ന് തിരിച്ചറിയാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ കടന്നുപോയതുപോലെ അനുനിമിഷം നന്മ ചെയ്തുകൊണ്ട് ആ ഒരു നന്മയുടെ സ്നേഹത്തെ ഒന്ന് ഒഴുക്കിക്കൊണ്ട് കടന്നു പോകുവാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. അവരുടെ ജീവിതത്തിലേക്ക് നന്മ ചെയ്യാനായിട്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഇപ്രകാരത്തിലായിരിക്കുമ്പോൾ നമ്മൾ തമ്പുരാന്റെ ശിഷ്യരാകാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അവന്റെ സഹോദരനും സഹോദരിയുമാകുവാനായിട്ട്. അതിന് തിരുവചനത്തിൽ ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആരാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും എന്ന്. ദൈവത്തിന്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും. ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനമൊക്കെ നമ്മൾ ഒത്തിരി കേൾക്കുന്നുണ്ട്. ഇന്ന് പല രീതിയിൽ നമ്മൾ കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്. പക്ഷെ അതനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് പ്രവർത്തന നിരതമായ ഒരു വിശ്വാസത്താൽ നിറയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ തമ്പുരാന്റെ കൃപയുടെ സ്നേഹത്താൽ നിറയ്ക്കപ്പെടുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പ്രവൃത്തിയിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസം ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. വിശ്വാസത്തോടുകൂടി ഒരു പ്രവർത്തന മേഖല എന്റെ ജീവിതത്തിൽ അനുനിമിഷം ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുകയല്ല, മറിച്ച് ആ വിശ്വാസം എന്റെ കരത്തിലൂടെ അവരന്റെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹമാക്കി അവരന്റെ കണ്ണുകൊണ്ട് അത് കാണാനായിട്ട്, കണ്ണുള്ളവന് കാണാനായിട്ട്, ചെവിയുള്ളവന് കേൾക്കാനായിട്ട് സാധിക്കുന്ന രീതിയിൽ അതിനെ ഒരു അനുഗ്രഹമാക്കി എന്റെ ദൈവത്തിന്റെ വചനത്തെ ഒന്ന് ഒഴുക്കാനായിട്ട് എനിക്ക് സാധിക്കണം. അവിടെയാ പ്രിയമുള്ളവരെ ജീവിതത്തിന്റെ ഒരു നിറവെന്ന് പറയുന്നത്. അവിടെയാ എന്റെ ജീവിതത്തില് എന്റെ തമ്പുരാനോട് ഞാൻ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ശക്തിയുടെ അനുഭവത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അവിടെയാ എന്റെ യേശു എന്റെ രക്ഷകനും നാഥനുമായിട്ട് ഞാൻ ഒന്ന് ഉയർത്തിപ്പിടിക്കാനായിട്ട് സാധിക്കണം. എന്റെ ദൈവത്തെ ഞാനൊന്ന് ഉയർത്തിപ്പിടിക്കാനായിട്ട് സാധിക്കണം. ഈ ഫരിസയരും നിയമജ്ഞരും ഒക്കെ നോക്കിയിരുന്നപ്പോൾ ഈശോയ്ക്ക് അറിയാമായിരുന്നു അവനിൽ കുറ്റം ആരോപിക്കുവാനാണ് അവർ ആയിരിക്കുന്നത് എന്ന്. പക്ഷേ അവരുടെ മുൻപിൽ വെച്ച് തന്നെ ആ രോഗിയെ, ആ മഹോദര രോഗിയെ സുഖപ്പെടുത്താനായിട്ട് ഈശോ തയ്യാറാവുകയാണ്. ആ ഒരു സൗഖ്യത്തിന്റെ അനുഭവം ഈശോ കൊടുക്കുകയാണ്. ഈശോ ആ വ്യക്തിക്ക് ഒരു സൗഖ്യത്തിന്റെ അനുഭവം കൊടുത്ത ശേഷമാ അവൻ ചോദിക്കുന്നത്. അവിടെ തമ്പുരാനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ സൗഖ്യം കൊടുക്കുന്ന നന്മ ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കും, ഈശോ നന്മ ചെയ്തതിന് ശേഷം ചോദിക്കും. പ്രിയമുള്ളവരെ, നന്മ ചെയ്യുന്നതിൽ ഒരു മടുപ്പും ഇല്ലാത്തവരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നന്മ ചെയ്യുന്നതിൽ ഒരു മടുപ്പുമില്ലാത്തവരായി ജീവിക്കുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് തന്നെ തിരുവചനം നമ്മോട് പറയുന്നു, ലൂക്കായുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യത്തിലൂടെ പറയുകയാണ്, നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ഒരു സ്നേഹത്താൽ നിറയപ്പെടുകയാണ്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായിട്ട് ഉണ്ടാകുവാനുമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്,
പിതാവായ ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം അവൻ മൂലം സകല മനുഷ്യരും രക്ഷയുടെ അനുഭവത്തെ സ്വന്തമാക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ സ്നേഹത്താല നമ്മൾ ഓരോരുത്തരും നിറയ്ക്കപ്പെട്ടിരിക്കുന്നത്. ആ ഒരു സ്നേഹത്തിന്റെ കൃപയിലേക്ക് നമ്മുടെയൊക്കെ ജീവിതം അവിടുന്ന് ചേർത്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു സ്നേഹത്തിന്റെ കൃപയെ ആ ഒരു ജീവിതത്തിലെ തമ്പുരാന്റെ ആ കൃപയോട് ചേർത്ത് വെച്ചുകൊണ്ട് അനുഗ്രഹത്തിന്റെ ഒരു അവസ്ഥയെ സ്വന്തമാക്കി ജീവിതം എപ്പോഴും എന്റെ യേശു എനിക്ക് നൽകുന്ന ഒരു വലിയ കൃപയാണെന്നുള്ള തിരിച്ചറിവിൽ ആയിരിക്കാനായിട്ട് സാധിക്കുക. അവരന് നന്മ ചെയ്തുകൊണ്ട് അവരന്റെ മുൻപിലേക്ക് കൃപ ഒഴുക്കിക്കൊണ്ട് ആ കൃപയുടെ നിറവിൽ ആയിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, നന്മ ചെയ്യുന്നവന്റെ ജീവിതത്തിൽ എന്നും അവന് നന്മ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ആ നന്മ ചെയ്യുന്നവന്റെ ജീവിതത്തിൽ എന്നും ഈശോ കൂടെയായിരിക്കുകയും കൂടെ വസിക്കുകയും ചെയ്യും. കാരണം വെച്ചാൽ നന്മയെന്ന് പറയുന്നത് ദൈവമാണ്. ഈശോയാണ് നന്മയെന്ന് പറയുന്നത്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവന്, ആ യേശുവിനെ അനുഗമിക്കുന്നവന് അന്ധകാരത്തിൽ നടക്കയില്ല എന്ന് കൃത്യമായിട്ട് അവിടുന്ന് പറയുന്നത്. ആ ഒരു സ്നേഹത്താൽ നിറയപ്പെട്ടുകൊണ്ട് ആ ഒരു സ്നേഹത്തിന്റെ കൃപയെ അവരന്റെ ജീവിതത്തിലേക്ക് ഒഴുക്കാനായിട്ട്, ആ കൃപയുടെ സമൃദ്ധിയിൽ എന്റെ ജീവിതമായിരിക്കുവാനായിട്ട്, ആക്കി തീർക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് ഇന്നേ ദിവസം പരിശ്രമിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്ക് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരു നിമിഷം കരങ്ങൾ കുപ്പി കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല തമ്പുരാനെ, ഈ ദിവസത്തെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നീ ചൊരിയണമേ. നീ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് അവരനെ നോക്കാതെ, മറ്റുള്ളവനെ നോക്കാതെ അങ്ങയുടെ തിരുമുഖത്തെ അനുനിമിഷം ദർശിച്ചുകൊണ്ട് നന്മ ചെയ്യുവാനുള്ള വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അമ്മേ മാതാവേ, കൂടെ ആയിരിക്കണമേ, കൂടെ വസിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗമാകി നിറഞ്ഞൊരു നാദം, പൊഴിയിൽ ജീവൻ പകർന്നൊരു നാദം, ചെങ്കടൽ രണ്ടായി പകുത്തൊരു നാദം, അന്നമായി മന്ന ഒഴിച്ചൊരു നാദം, മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരി ചൊരിഞ്ഞൊരു നാദം, ഒഴുകി ധരയിൽ നീല നീലയിൽ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം. ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം